നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടങ്ങളായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അനധിസാധാരണമായ ഒരു പ്രചരണ പരിപാടിയായിരുന്നു. BJPയും തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിന്ന പ്രചരണമാണ് നമ്മൾ കണ്ടത്. ഹൈ പവർ പ്രചരണമാണ് നമ്മൾ കണ്ടത്. വലിയ കനത്ത പോരാട്ടം തന്നെ പോളിംഗ് ശതമാനത്തിലും നമ്മൾ കണ്ടു. വളരെ ഉയർന്ന പോളിംഗ് ശതമാനം ബംഗാളിൽ രേഖപ്പെടുത്തി. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു പോകുന്നത്. വലിയ വലിയ നാടകീയ രംഗങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ബംഗാളിൽ കണ്ടതാണ്. കേന്ദ്രസേനയുടെ വിന്യാസം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുക, ബംഗാളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന അക്രമ സംഭവങ്ങൾ അത് പരമാവധി കുറയ്ക്കുക, അത് ആളെ കൊല്ലുന്ന തരത്തിലേക്ക് പോകാതിരിക്കുക, വളരാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെ ഒട്ടനവധി നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലാതി എക്സിറ്റ് പോളുകളും പുറത്തു വന്നു. ആ എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും BJPക്ക് അനുകൂലമാണ്. അവിടെയും ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. ബംഗാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു BJP മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. എന്തായാലും ഇരു ക്യാമ്പുകളും ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അപ്പോഴും നാടകീയ രംഗങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ ബംഗാളിൽ തുടരുകയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നാടകങ്ങൾക്ക് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രാത്രി ഏതാണ്ട് 4 മണിക്കൂറുകളോളം ഭവാനിപ്പൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിൽ, അതായത് ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ജനവിധി അടങ്ങുന്ന വോട്ടിംഗ് മെഷീനുകൾ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിന് മുന്നിലായി മമതാ ബാനർജി 4 മണിക്കൂറുകളോളം കുത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവർ പുറത്തിറങ്ങി വന്ന് വിശദീകരണം നൽകിയത് BJPയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്ട്രോങ് റൂമിലുള്ള വോട്ടിംഗ് മെഷീനുകൾ എടുക്കാനും അത് തുറന്ന് ആ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താനുമുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നു. ആ പദ്ധതി ഞാനിതാ ഇവിടെ വന്ന് 4 മണിക്കൂർ ഇരുന്നതിലൂടെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് മമതാ ബാനർജി ഇന്നലെ ഏതാണ്ട് 12:10 പുറത്തിറങ്ങി വന്ന ശേഷം ഭവാനിപ്പൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പറഞ്ഞത്. അതായത് BJP അധികാരത്തിലെത്താൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. 15 വർഷത്തെ ഭരണത്തിന് ശേഷം ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിക്കുമെന്നും മമതയുടെ ഭരണം അവസാനിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. 2ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ്, വലിയ വിജയപ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. പക്ഷേ അത്ര കണ്ട് വിജയപ്രതീക്ഷയില്ല മമതാ ബാനർജിയുടെ ക്യാമ്പ്. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് എന്ന് നിരവധി തവണ ഈ മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ SIR നടപ്പിലാക്കിയപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൽ മാത്രമല്ല 12ഓളം സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കിയിരുന്നു. ഈ SIR നടപ്പിലാക്കിയപ്പോൾ തന്നെ സംസ്ഥാനത്തെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ കഴിയാതെ പുറത്തിരുത്താൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഈ SIR എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംസ്ഥാനത്ത് നടത്തുന്നു. അതിനെതിരെ കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പോയി മമത സ്വയം കോർട്ടിട്ട് വാദിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഈ SIRനെതിരെ മമതാ ബാനർജി നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല. SIR സംസ്ഥാനത്ത് വളരെ വിജയകരമായി പൂർത്തിയാക്കി. SIR നടപടികളിൽ തടസ്സം സൃഷ്ടിക്കരുതെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു. പിന്നീട് കേന്ദ്രസേനയുടെ രംഗപ്രവേശമാണ്. കേന്ദ്രസേന സംസ്ഥാനത്തെ ജനങ്ങളെ ഭയത്തിലാക്കുമെന്നും ഈ വോട്ടെടുപ്പ് അത് അത്ര കാര്യക്ഷമമായി നടക്കില്ലെന്നും എത്രയും വേഗം കേന്ദ്രസേനയെ പിൻവലിക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി. പക്ഷെ അതും കോടതി ഇടപെട്ട് തടഞ്ഞു. പക്ഷേ എങ്കിലും മമതാ ബാനർജി ശക്തമായ വിമർശനം തുടർന്നു. ബംഗാളിലെ ജനങ്ങളെ ഭീതിപ്പെടുത്താനും ഭയത്തിലാക്കാനും വേണ്ടിയിട്ടാണ് കേന്ദ്രസേന അമിത്ഷാ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചത്. ഇങ്ങനെയുള്ള ഒട്ടനവധി വാദങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഇതിനെല്ലാം മമതാ ബാനർജി എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ എതിർപ്പുകൾക്കൊടുവിൽ എല്ലാം ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടന്നു.
വലിയ ഒരു പോരാട്ടം തന്നെ അവിടെ നടന്നു. വലിയ രീതിയിൽ ജനങ്ങൾ റെക്കോർഡ് പോളിംഗ് അവിടെ രേഖപ്പെടുത്തി. ഇപ്പോഴിതാ പരാജയ ഭീതി കാരണമാണോ മമത വീണ്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. അതായത് മമതാ ബാനർജി പറയുന്നത് തനിക്ക് തൻ്റെ കയ്യിൽ താൻ ഈ CCTV ദൃശ്യങ്ങൾ, സ്ട്രോങ് റൂമുകൾ എപ്പോഴും CCTV നിയന്ത്രണങ്ങളിലാണ്, സ്ഥാനാർത്ഥികൾക്കടക്കം ഈ ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ CCTV പരിശോധിച്ചപ്പോൾ BJPയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതായി ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നതാണ്. സ്ട്രോങ് റൂമുകൾ തുറക്കാൻ BJP ശ്രമിച്ചിരുന്നു, പക്ഷേ ഞാനത് തടഞ്ഞു. അങ്ങനെ ഞാൻ 4 മണിക്കൂർ കുത്തിയിരുന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം ജാഗരൂകരായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ BJPയുടെ നിർദ്ദേശാനുസരണമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മമതാ ബാനർജി ഇന്നലെ 4 മണിക്കൂർ അർദ്ധരാത്രി ഈ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് മുന്നിൽ ധർണ ഇരുന്നതിന് ശേഷം പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ശക്തമായി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് വ്യാജ വീഡിയോയാണ്. സംസ്ഥാനത്തെ ഒരു സ്ട്രോങ് റൂമുകളും അങ്ങനെ തുറന്നിട്ടില്ല. സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പിറ്റേന്ന് രാവിലെ 5 മണിയോടുകൂടി സീൽ ചെയ്തതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ സീലിംഗ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല BJPയും ഈ ആരോപണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്ത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ആരോപണങ്ങളും രാഷ്ട്രീയ നാടകങ്ങളുമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്നാണ് BJP ഇപ്പോൾ തിരികെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടരുമെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ. ഇത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം അത് ലോകോത്തരമാണ്, അത് സംശയത്തിന് അതീതമാണ്. എന്നാൽ അതിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ മമതാ ബാനർജിയുടെ ഈ രാഷ്ട്രീയ നാടകം എന്ന് പലരും സംശയിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം BJPക്ക് അനുകൂലമായ ഒരു സർവേ ഫലങ്ങളാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം 29-ന് തെരഞ്ഞെടുപ്പ് അവസാനിച്ച് ഏതാണ്ട് 6:30 തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം, കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ രാജ്യം ഉറ്റുനോക്കി ഏറ്റവും പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലം ബംഗാളിലായിരുന്നു. ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും കാണിക്കുന്നത് BJP അവിടെ അട്ടിമറി ജയം നേടുമെന്ന് തന്നെയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടായ മുൻതൂക്കം നഷ്ടപ്പെടുന്നു. BJP പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുറത്തേക്ക് വരുന്നു. അവിടെ വനിതാ സംവരണ ബില്ലടക്കം വലിയ രീതിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിജയത്തിലെത്തിയെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എക്സിറ്റ് പോളുകളെല്ലാം BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ബംഗാളിൽ നടന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എക്സിറ്റ് പോളുകൾ ശരിയാകാനും ശരിയാകാതിരിക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ബംഗാളിൽ പോരാട്ടം കനത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മെയ് 4 വരെ ഇതിനുവേണ്ടി കാത്തിരിക്കണം. തോറ്റാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ അതിനൊരു വിശദീകരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇപ്പോൾ മമതാ ബാനർജി അടക്കമുള്ളവർ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.